വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ ഇന്ന് വളരെയധികം കൂടി വരുന്നു. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസറുകൾ, ശ്വാസകോശാർബുദം, ലിവർ ക്യാൻസറുകളൊക്കെ ഇന്ന് വളരെയധികം കൂടി വരുന്നു. പലപ്പോഴും ഈ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയാതിരിക്കുകയും അത് വളരെയധികം മൂർച്ഛിച്ചതിന് ശേഷമാണ് പല രോഗികളും ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നതും അല്ലെങ്കിൽ ക്യാൻസറിന് ചികിത്സ തേടിയെത്തുന്നതും. ഇത് തന്നെ പലപ്പോഴും ആ ഒരു രോഗിയുടെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നതിന് കാരണമാവാറുണ്ട്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുക എന്നുള്ളത് അല്ലെങ്കിൽ ഈ ക്യാൻസറിനെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ പലപ്പോഴും ഒരുപാട് ക്യാൻസറുകൾക്ക് ഇന്ന് കൃത്യമായിട്ടുള്ള ചികിത്സയും അത് പൂർണ്ണമായിട്ട് മാറുന്ന രീതിയിലുള്ള ചികിത്സകൾ വരെ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നേരത്തെ ഈ രോഗാവസ്ഥകളെ മനസ്സിലാക്കുകയും അത് കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗത്തിന് മുൻപേ കാണിക്കുന്ന നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന 10 ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. ക്യാൻസർ ലക്ഷണങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരഭാരം അമിതമായിട്ട് കുറയുക എന്നുള്ളത്. മറ്റ് രോഗലക്ഷണങ്ങളൊന്നുമില്ല, പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മെലിഞ്ഞ് മെലിഞ്ഞ് ഉണങ്ങി വരുന്ന പോലെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും എന്താണ് വളരെയധികം കാഴ്ചയിൽ തന്നെ നന്നായിട്ട് മെലിയുന്നുണ്ടല്ലോ, വല്ല അസുഖമുണ്ടോ എന്നുള്ളത് പല ആളുകളോടും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലോ ജീവിതശൈലി രോഗങ്ങളിലൊക്കെ ഇത്തരം മെലിച്ചിലുകൾ വരാം. പക്ഷേ ഇത്തരം കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ പോലും ശക്തമായിട്ട് നമ്മുടെ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉരുകിത്തീരുന്ന പോലെ വളരെ പെട്ടെന്ന് മെലിയുന്ന, അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ 4-5 കിലോ കുറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ക്യാൻസറിൻ്റെ വല്ല ലക്ഷണങ്ങളാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ക്യാൻസർ കോശങ്ങൾ അമിതമായിട്ട് പെരുകുന്നതാണ് ക്യാൻസർ കോശങ്ങളുടെ ഒരു പ്രത്യേകത. പെട്ടെന്ന് തന്നെ ആ കോശങ്ങൾ വളർന്ന് വലുതാവുകയും അത് ക്യാൻസർ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള പലപ്പോഴും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഈ കോശങ്ങൾ വളരുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകളെയും നമ്മുടെ ശരീരത്തിൽ ഒതുക്കി വെച്ചിട്ടുള്ള കൊഴുപ്പുകളെയും ഫാറ്റിനെയും ഒക്കെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുകയും അതുപോലെ അത് നിമിത്തം പെട്ടെന്ന് തന്നെ നമുക്കൊരു മെലിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഈ മെലിച്ചിലിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അത് ക്യാൻസർ ആണോ അതോ മറ്റു വല്ല അസുഖങ്ങളോ ആണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ലക്ഷണമാണ്. പിന്നീട് രണ്ടാമതായിട്ടുള്ള ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അമിതമായിട്ടുള്ള ക്ഷീണം. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കന്നെ അമിതമായിട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ നമുക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ, പെട്ടെന്ന് തന്നെ ടയേർഡായി പോകുന്ന അവസ്ഥ, പെട്ടെന്ന് ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ ക്ഷീണം മൂലം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിയർപ്പും ക്ഷീണവും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. അപ്പോൾ ഈ വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ ഇത്തരം ക്ഷീണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് ക്യാൻസറിൻ്റെ വല്ല ലക്ഷണങ്ങളാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം. നമ്മുടെ മലത്തിലൂടെ ഉണ്ടാകുന്ന രക്തവാർച്ച, അല്ലെങ്കിൽ നമ്മൾ പൈൽസ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറേ കാലം നമ്മൾ പൈൽസിൻ്റെതാണ് ബ്ലീഡിംഗ് ആണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കും. പക്ഷേ അത് ചിലപ്പോൾ വല്ല റെക്ടൽ ക്യാൻസറോ അല്ലെങ്കിൽ കോളോറെക്ടൽ ക്യാൻസർ പോലത്തെ രോഗങ്ങളായിരിക്കാം. അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക, നിർബന്ധമായിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് നീണ്ടു നിൽക്കുന്ന ഇത്തരം രക്തവാർച്ചകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ മെൻസ്ട്രൽ കംപ്ലയിൻറ്റ്, ഈ മെൻസസിലുണ്ടാകുന്ന ഇറഗുലാരിറ്റി, അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ മാസമുറ നിന്നതിന് ശേഷം, സ്ത്രീകളിലൊക്കെ മാസക്കുളി നിന്നതിന് ശേഷം ഒരു 50 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന സെർവിക്കൽ ബ്ലീഡിംഗ് ഒക്കെ എന്തെങ്കിലും സെർവിക്കൽ ക്യാൻസറുകളുടെ ലക്ഷണങ്ങളാണോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് നിർബന്ധമാണ്. പിന്നീട് രക്തസ്രാവത്തിൽ തന്നെ നമ്മുടെ ചുമക്കുമ്പോഴോ ഒക്കെ കഫത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തം ചിലപ്പോൾ ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തുപ്പുമ്പോഴൊക്കെ കിട്ടുന്ന രക്തം അത് നിസ്സാരമാക്കി കളയരുത്. അതിലെന്തെങ്കിലും TBയുടെ അസുഖങ്ങളാണോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ അസുഖങ്ങളാണോ മറ്റു എല്ലാ അസുഖങ്ങളാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതും ഈ ഒരു ക്യാൻസറിൻ്റെ ആരംഭ ലക്ഷണങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ്. ഇനി നാലാമതായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. നമ്മുടെ സ്കിന്നിൽ ഒട്ടനവധി ചേഞ്ചസ് വരാം. ചിലപ്പോൾ മുറിവുകൾ ഉണങ്ങാതിരിക്കുക, നീണ്ടു നിൽക്കുന്ന മുറിവുകൾ, കാലങ്ങളോളം ചിലപ്പോൾ മുറിവുകൾ ഉണങ്ങാതെ ചിലപ്പോൾ പഴുത്ത് വരുന്നു, അത് ചിലപ്പോൾ അതിൻ്റെ വലിപ്പം കൂടി വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ എപ്പോഴും മാറാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചില മറുകുകളുടെ വളർച്ച, അല്ലെങ്കിൽ മറുകുകൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ മറുകുകൾ ഉണ്ടായി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കറുത്ത കളറിൽ കട്ടിയായിട്ടുള്ള മറുകുകൾ കുറച്ച് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ ഉള്ളിലേക്ക് കട്ടിയായിട്ട് വരുന്ന അവസ്ഥ, ഇതിൽ നമ്മൾ സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കാൻ ഒരു ABCDE എന്ന് പറയുന്നൊരു റൂളുണ്ട്. അത് കൃത്യമായിട്ട് A എന്ന് പറഞ്ഞാൽ അസിമെട്രി,
നമ്മൾ ആ ഒരു മോള് അല്ലെങ്കിൽ ഒരു മോള് വളർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ പല ഭാഗങ്ങൾ 2 സൈഡിലും നോക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള ഒരു വളർച്ചയും ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഒരുപോലെ ആയിരിക്കില്ല, അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും അതിന് കാണാൻ പറ്റുന്നത്. പിന്നീട് രണ്ടാമതൊരു ബി എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡറുകൾ നമ്മൾ നോക്കുമ്പോൾ വളരെ ഇറഗുലർ ആയിട്ടുള്ള ബോർഡറുകളായിരിക്കും. പിന്നീട് സി എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാവാം, ഒരു റെഡ് കളറാവാം, ഒരു വൈറ്റ് കളറാവാം, പല കളറിലും കളറിലായിട്ടുള്ള ചില മറുകുകളും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്കിൻ ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നീട് ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ, അതിൻ്റെ വീതി, അതൊരു മോർ ദാൻ 6 മില്ലിമീറ്ററിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അത് വലിപ്പം വെച്ച് വരും. നമ്മൾ സാധാരണ ഒരു ഇറേസർ, പെൻസിലിൻ്റെ പുറകിലുള്ള ഇറേസറിൻ്റെ ഒരു വലുപ്പമാണ്, അതിലും കൂടുതലായിട്ട് അത് വളർന്നു വരുന്നു, അല്ലെങ്കിൽ ഓരോ മാസം കഴിയുന്നതോടും അതിനൊരു വളർച്ച വെക്കുന്നു, അതിൽ തൊടുമ്പോൾ ബ്ലീഡിങ് വരുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴേക്കും ബ്ലീഡ് ചെയ്യുന്നു, പെയിൻഫുൾ ആവുന്നു, വളർച്ചയുണ്ട് എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കണം. പിന്നീട് ഇ എന്ന് പറഞ്ഞാൽ ഇവോൾവിങ്, അത് കൂടുതലായിട്ട് ഇവോൾവ് ചെയ്യുന്ന വളർന്നു വരുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിലും അതൊരു സ്കിൻ ക്യാൻസർ. എപ്പോഴും സ്കിൻ ക്യാൻസർ ആവാം എന്ന് ചോദിച്ചാൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ വിട്ടുമാറാത്ത ചുമ, ചില ആളുകളിൽ മാസങ്ങളോളം വിട്ടുമാറാതെ ചുമ നിൽക്കും. ചിലപ്പോൾ അലർജിയുള്ള ആളുകൾക്കുണ്ടാവും, അല്ലെങ്കിൽ ആസ്മയുള്ള ആളുകൾക്കുണ്ടാവും. ഇതിനൊക്കെ പുറമെ ഇതല്ലാതെ വിട്ടുമാറാത്ത ചുമ നമ്മൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്മോക്കറാണ്, ഒരു പുക വലിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം വിട്ടുമാറാതെ ചുമ നിൽക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അതോടൊപ്പം തന്നെ ചിലപ്പോൾ കഫത്തിൽ ബ്ലഡ് ഉണ്ടാവാം, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കണം, ഇത് ക്യാൻസറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ. വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾ, നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചരിച്ചിൽ, പൊളിച്ചു കിട്ടൽ, വയറിൽ ശക്തമായിട്ടുള്ള വേദനകൾ, അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ തുപ്പുമ്പോഴൊക്കെ ചെറിയ ബ്ലഡിൻ്റെ കാര്യങ്ങൾ വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിനോടൊരു വിരക്തി തോന്നുക, നമുക്ക് ഭക്ഷണമൊന്നും വേണ്ട, കഴിക്കണമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ഭക്ഷണത്തിനോടും മടുപ്പ് വരുന്നൊരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്യാൻസറുകൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ വളരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം ആളുകളിലൊക്കെ പലപ്പോഴും ഹിമോഗ്ലോബിൻ്റെ ലെവലൊക്കെ വളരെയധികം താഴ്ന്നു പോകണം, എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ചിലപ്പോൾ ബ്ലഡിൻ്റെ അളവൊക്കെ കുറയുന്നതും അതുവഴി വിളർച്ച പോലത്തെ രോഗാവസ്ഥയും അവരിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിളർച്ചയും കാര്യങ്ങളും വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ഹീമോഗ്ലോബിൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ക്യാൻസർ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ കാരണമാണോ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ ശരീരത്തിൽ വളരുന്ന ചില മുഴകൾ, പ്രത്യേകിച്ച് ബ്രസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ചില മുഴകൾ വിട്ടുമാറാതെ നമ്മൾ ചിലപ്പം സ്ത്രീകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അവർ ഒഴിവാക്കി വിടും, ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടെങ്കിൽ അവർ സെൽഫായിട്ട് തന്നെ അവരുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും നമുക്കൊരു തടിപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ നിപ്പിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് തോന്നുന്നു, അല്ലെങ്കിൽ നിപ്പിൽ നിന്ന് ബ്ലീഡിങ് തോന്നുന്നു, അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലേക്ക് വലിയുന്ന പോലെ തോന്നുന്നു, നമ്മുടെ കക്ഷത്തിലൊക്കെ കഴലകൾ വളരുന്ന പോലെ തോന്നുന്നു, ഈ മുഴകളും വലിപ്പം വെച്ച് വളരെ ഹാർഡായിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോഴൊക്കെ അധികം മൂവ് ചെയ്യാത്ത രീതിയിൽ വളരെ ഹാർഡായിട്ട് പെയിൻലെസ് ആയിട്ടുള്ള മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ട ടെസ്റ്റുകൾ എന്താണെന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പിന്നീട് വിട്ടുമാറാത്ത പനി, ചില ആളുകൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ വൈറൽ ഫീവർ സീസണിലൊക്കെ പനികൾ വരും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പ്രതിരോധക്കുറവാനും വീണ്ടും വരാം. അത്തരം പനികളല്ല, പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ശരീരത്തിലൊരു രാപ്പനി പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പനിക്കുന്ന ഫീല്, ഒരു ക്ഷീണം, അത് നമുക്ക് എന്താണ് കാരണമെന്നറിയാത്ത പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യുമ്പോഴും അതിലൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഈ പനി വിടാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇതും ക്യാൻസറിൻ്റെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിലുണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ദഹനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത പനി, അതുപോലെ ക്ഷീണം, അതുപോലെ വെയ്റ്റ് ലോസ്, അതുപോലെ നമ്മുടെ ചുമ, ശബ്ദത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ശബ്ദത്തിൽ ഇടർച്ചയോ അല്ലെങ്കിൽ ശബ്ദം സാധാരണ രീതിയിൽ കിട്ടാത്ത അവസ്ഥ, ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ക്യാൻസറിൻ്റെ തുടക്ക ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും ക്യാൻസർ ഉണ്ടാവും. പിന്നെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് 100% അത് ക്യാൻസറായി കൊള്ളണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് എന്നുള്ളത് അതിന് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ അഭിപ്രായം തേടുക, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് ആ ഡോക്ടറോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. നിങ്ങളുടെ സിംറ്റംസ്, പല രോഗികളും സാധാരണ ചെയ്യുന്നത് അവരുടെ സിംറ്റംസ് പലപ്പോഴും മാസ്ക് ചെയ്ത് അവർ ഡോക്ടറോട് പറയില്ല, ഡോക്ടറോട് മറച്ചു വെക്കും, അല്ലെങ്കിൽ വീട്ടുകാരോട് മറച്ചു വെക്കും. ഒരു
രോഗമുണ്ടായാൽ അത് മറച്ചു വെച്ച് വളരെ മോശമാവുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് ഇത്തരം സാഹചര്യങ്ങൾ എത്താറുള്ളത്. ഒരു മുഴയുണ്ടായിട്ട് നമുക്ക് കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മുഴ വല്ലതും വന്നു കഴിഞ്ഞിട്ട് അത് പലപ്പോഴും വൈകിയാണ് അവരുടെ വീട്ടുകാരൊക്കെ അറിയാറുള്ളത്. അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസൊക്കെ അറിയുമ്പോൾ മാത്രമാണ് ഒരു ചികിത്സയ്ക്ക് എത്താറുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു രോഗമാണെങ്കിലും നമ്മുടെ ശരീരം അതിന് മുമ്പേ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് തുറന്ന് കാണിച്ചു തരും. ഈ തുറന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങളിൽ നമ്മൾ പേടിയോ മടിയോ ഒന്നും കൂടാതെ നിങ്ങളുടെ ഫാമിലി ഡോക്ടറായിക്കോട്ടെ, നിങ്ങളുടെ അടുത്തുള്ളൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒരു അഭിപ്രായം തേടുക. അതിപ്പോൾ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നൊരു ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിലും അല്ലെങ്കിൽ മറ്റു AI ഒക്കെ സഹായത്തോടെയൊക്കെ പല ആളുകളും ഇന്ന് തങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ അടിച്ചുകൊണ്ട് അവർ അതിന് വേണ്ടിയിട്ട് സ്വയം ചികിത്സ സ്വീകരിക്കുന്നതും കാണാറുണ്ട്. അതും വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ പല നമുക്ക് അഡ്വൈസുകളും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയൊക്കെ റിപ്പോർട്ടിലും അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് ആവലാതിയും ആദിയും വരാനും അത് മാനസിക പ്രശ്നങ്ങളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും ചിലപ്പോൾ നമുക്ക് അത്ര രോഗമൊന്നും ഉണ്ടാവില്ല. ആ രോഗമാണെന്ന് വിചാരിച്ച് നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിച്ച് മാസങ്ങളും കൊല്ലങ്ങളും കഴിച്ചു കൂട്ടാറുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അത് ആ രോഗമാണെങ്കിൽ അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അമിതമായിട്ട് ആങ്സൈറ്റി വെച്ചിട്ടോ ക്യാൻസർ ആണല്ലോ ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകളുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോകൾ. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി അംഗങ്ങളിലേക്കും ഈ ഒരു മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ ഈ സംസാരിച്ച വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും ക്യാൻസറുമായിട്ടുള്ള ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കൺസൾട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.